നമസ്കാരം. +1 ഫിസിക്സിലെ വേവ്സ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പലതരത്തിലുള്ള വേവ്സിനെ പറ്റി, വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനെ പറ്റി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഞാനൊരു അസൈൻമെന്റും നിങ്ങൾക്ക് തന്നിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തിരുന്നു അല്ലേ? അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇത് ടൈമിനനുസരിച്ച്, പൊസിഷൻ അനുസരിച്ച് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേവ് ആണ്. സോ തീർച്ചയായും ഇതൊരു ട്രാവലിംഗ് വേവ് ആണ്. കെയുടെ കൂടെ വരുന്ന ക്വാണ്ടിറ്റിയും ഒമേഗയുടെ കൂടെ വരുന്ന ക്വാണ്ടിറ്റിയും രണ്ടും പോസിറ്റീവ് ടേംസ് ആണ്. സോ ഓഫ് കോഴ്സ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഈസ് നെഗറ്റീവ് എക്സ് ആക്സിസ്. നെഗറ്റീവ് എക്സ് ആക്സിസ് എന്നുള്ളത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ആക്സിസ് ആണ്. And the velocity is 20 meter per second. ഇക്വേഷനിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ടേം ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് 3. ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഒമേഗ എന്നത് 2π ന്യൂ ആണ്. അതുപയോഗിച്ച് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്താൽ 5.7 ഹെർട്സ് എന്ന് ഉത്തരം കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് റിലേഷനിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫൈ എന്ന് പറയുന്ന ടേം, ഈ ഇക്വേഷന്റെ കേസിൽ അത് π/4 ആണ്. സോ ഫേസ് ഈസ് π/4. വാട്ട് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റ് ഇൻ ദ വേവ് എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ കെയുടെ വാല്യൂ കൺസിഡർ ചെയ്താൽ മതി. k is equal to 2π/λ. ലാംഡ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് 3.5 മീറ്റർ എന്നാണ്. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ്. ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ സ്പീഡ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് y is equal to a sin kx minus omega t plus 5. ഇതിൽ ഇനിഷ്യൽ ഫേസ് 0 വേവിനെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ phi is equal to 0. ഡിസ്പ്ലേസ്മെന്റ് y ഈക്വൽസ് a sin kx minus omega t. ഈ വേവിന്റെ ഓരോ x വാല്യൂവിലും ടൈം വാല്യൂവിലും ഉള്ള ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് മീൻസ് ദ ആർഗ്യുമെന്റ് ഓഫ് സൈൻ ഈസ് എ കോൺസ്റ്റന്റ്. kx minus omega t is a constant. വേവ് പ്രോഗ്രസിംഗ് ആണ്, മുന്നോട്ട് പൊക്കൊണ്ടേയിരിക്കുകയാണ്, ട്രാവലിംഗ് വേവ് ആണ്. സോ ഡെൽറ്റ ടി സമയം കൊണ്ട് ആ വേവ് ഒരു ഡെൽറ്റ എക്സ് ദൂരം ട്രാവൽ ചെയ്യും. രണ്ടാമത്തെ വേവും നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഈ വേവിലെ ഒരു ക്രസ്റ്റിന്റെ പോയിന്റ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ ടി സമയം കൊണ്ട് അത് ഡെൽറ്റ എക്സ് ദൂരം ട്രാവൽ ചെയ്തിരിക്കുന്നു. ഈ രണ്ട് പോയിന്റ്സും ക്രസ്റ്റ് തന്നെയാണ്. സോ രണ്ട് പോയിന്റ്സിലെയും ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ്. ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണെങ്കിൽ അതിന്റെ ആർഗ്യുമെന്റും സെയിം ആയിരിക്കണം, ആർഗ്യുമെന്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ആദ്യത്തെ വേവിന്റെ ആർഗ്യുമെന്റ് kx മൈനസ് ഒമേഗ ടി ആണ്. ആ വേവ് ഡെൽറ്റ ടി സമയം കഴിഞ്ഞാൽ എത്തി നിൽക്കുന്നത് ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെന്റിലുള്ള ഒരു പോയിന്റിലാണ്. സോ സെക്കൻഡ് വേവിന്റെ ആർഗ്യുമെന്റ് k into x plus delta x minus omega into t plus delta t. ഈ രണ്ട് ഫേസും കോൺസ്റ്റന്റ്സ് ആണ്. ഈ രണ്ട് ഫേസും സെയിം ആയിരിക്കണം.
കാരണം ഡിസ്പ്ലേസ്മെന്റ് രണ്ട് സ്ഥലത്തും സെയിം ആണ്. So kx minus omega t is equal to k into x plus delta x minus omega into t plus delta t. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് k into delta x minus omega into delta t is equal to 0. Rearrange ചെയ്താൽ delta x by delta t is equal to omega by k എന്ന് കിട്ടും. If the displacement is very small, delta x എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റിനെ എത്ര ചെറുതാക്കാവോ അത്ര ചെറുതാക്കുക. അപ്പൊ ടൈം ഇന്റർവെല്ലും അത്ര തന്നെ ചെറുതാവും. സോ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി നമുക്ക് dx by dt എന്ന് എഴുതാം. dx by dt is equal to omega by k. dx by dt എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. It is the velocity. So velocity of a progressive wave is equal to omega by k, angular frequency divided by wave number. Angular frequency omega എന്ന് പറയുന്നത് 2 pi by time period or 2 pi into frequency, because 1 by time period is frequency. So omega is 2 pi into nu. K equals 2 pi by lambda. ഈ രണ്ട് റിലേഷൻസ് ഉപയോഗിച്ചാൽ വെലോസിറ്റിക്ക് നമുക്ക് കിട്ടുന്ന പുതിയ ഇക്വേഷൻ ആണ് വെലോസിറ്റി v is equal to lambda into nu, wavelength into frequency. ഇതാണ് പ്രോഗ്രസീവ് വേവിന്റെ ജനറൽ ഇക്വേഷൻ ഫോർ വെലോസിറ്റി. അടുത്തതായി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി ഓഫ് എ വേവ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. നമുക്കറിയാം ഒരു വേവ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഓസിലേഷൻ ഉണ്ടാവുന്നത് രണ്ട് ഫാക്ടേഴ്സ് കൊണ്ടാണ്. ഒന്ന് റീസ്റ്റോറിംഗ് ഫോഴ്സ്. എക്സ്ട്രീം പോയിന്റിൽ എത്തി നിൽക്കുന്ന മെറ്റീരിയൽ പാർട്ടിക്കിളിനെ അതിന്റെ ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. എക്സ്ട്രീം പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. സോ ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ച്വലി ഇൻക്രീസസ് ദ വെലോസിറ്റി. അപ്പൊ വെലോസിറ്റിയെ കൂട്ടുന്ന ഫാക്ടർ ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. പക്ഷെ ആ മെറ്റീരിയലിന്റെ ആ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിന്റെ മാസ് ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇനേഷ്യ കൊണ്ട് അതിനവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ അത് അതർ എക്സ്ട്രീം പോയിന്റിലേക്ക് പോകും. അതർ എക്സ്ട്രീം പോയിന്റിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും ബിക്കോസ് ഓഫ് ഇനേഷ്യ. സോ ദ ഇനേഷ്യ ഫാക്ടർ ഡിക്രീസസ് ദ വെലോസിറ്റി. അപ്പൊ വെലോസിറ്റിയുടെ ഡിപ്പെൻഡൻസീസ് കൺസിഡർ ചെയ്താൽ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇനേഷ്യ ഫാക്ടർ. ഒരു സ്ട്രിങ്ങിന്റെ കേസില്, സ്ട്രിങ്ങിൽ വേവ് ഉണ്ടാവുന്ന കേസില് ആ സ്ട്രിങ്ങിനെ എക്സ്ട്രീം പോയിന്റിൽ നിന്ന് അതിന്റെ ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് വലിക്കുന്നതാരാ? ദ ടെൻഷൻ ഓൺ ദ സ്ട്രിങ്. ആ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ, സ്ട്രിങ്ങിന്റെ വലിവ്. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ സ്ട്രിങ് ഈസ് ദ ടെൻഷൻ T. ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ്. നൗ ഈ സ്ട്രിങ്ങിന് ഇനേഷ്യ കൊടുക്കുന്നതാരാ? അതിന്റെ മൂവ്മെന്റിനെ ബുദ്ധിമുട്ടിലാക്കുന്ന ഇനേഷ്യ കൊടുക്കുന്നതാരാ? എല്ലാ ഒബ്ജക്ട്സിനും ഇനേഷ്യ കൊടുക്കുന്നത് അതിന്റെ മാസ് ആണ്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസിൽ ഇനേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാ. മാസ് എന്ന് പറഞ്ഞാൽ എത്ര ലെങ്ത് ഉണ്ട് അതൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ബട്ട് മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് എടുത്താൽ അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ഇവിടെ ഇനേർഷ്യ ഫാക്ടർ ആയിട്ട് എടുക്കുന്നത്, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, സോ വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെൻഷൻ ആൻഡ് വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് പെർ യൂണിറ്റ് ലെങ്ത്.
mu എന്ന ഫാക്ടർ ആണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. മാസ് പെർ യൂണിറ്റ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പൽ ആണ് mu. ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ കണ്ടെത്താൻ ശ്രമിക്കാം. What is the dimension of tension? Tension is a force. അപ്പൊ ടെൻഷന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഡയമെൻഷൻ തന്നെയാണ്. m l t raised to -2. മാസ് പെർ യൂണിറ്റ് ലെങ്ത്, മാസ് ഡിവൈഡഡ് ബൈ ലെങ്ത്. So the dimension of mass per unit length is m l raised to -1. അപ്പൊ നമുക്ക് ടെൻഷൻ ഡിവൈഡഡ് ബൈ mu, t by mu ന്റെ ഡയമെൻഷൻ ഒന്ന് കണ്ടെത്താം. നമുക്ക് കിട്ടുന്നത് l സ്ക്വയർ t raised to -2. l സ്ക്വയർ t raised to -2 എന്ന ഡയമെൻഷന് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആയിട്ട് എന്താണ് റിലേഷൻ? വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? l t raised to -1. അപ്പൊ വെലോസിറ്റിയെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്ന അതേ ഡയമെൻഷൻ ആണ് നമുക്ക് ടെൻഷൻ ബൈ mu എന്ന ഫാക്ടറിന് കിട്ടിയ ഡയമെൻഷനും. സോ ഡയമെൻഷണൽ അനാലിസിസ് അനുസരിച്ച് ഐ ക്യാൻ റൈറ്റ് വെലോസിറ്റി v ഈക്വൽസ് റൂട്ട് ഓഫ് t by mu. So this equation is dimensionally correct. Velocity v is equal to root of t by mu, where t is the tension, mu is the mass per unit length. mu ന് വേറൊരു പേരും കൂടിയുണ്ട്, മാസ് ഡെൻസിറ്റി. ഈ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കൊരു എളുപ്പമുള്ള പ്രോബ്ലം ചെയ്തു നോക്കാം. A steel wire 0.72 meter long has a mass of 5 into 10 raised to -3 kilogram. If the wire is under a tension of 60 Newton, what is the speed of transverse waves on the wire? Velocity calculate ചെയ്യണമെങ്കിൽ ടെൻഷൻ വേണം, മാസ് പെർ യൂണിറ്റ് ലെങ്ത് mu കണ്ടെത്തണം. ഇവിടെ mu നേരിട്ട് തന്നിട്ടില്ല, മാസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. മാസ് ബൈ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ mu is equal to 6.9 into 10 raised to -3 kilogram per meter എന്ന് കിട്ടും. ടെൻഷൻ ക്വസ്റ്റ്യനിൽ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് 60 ന്യൂട്ടൺ. So velocity v equals root of t by mu is equal to 93 meter per second. Transverse wave ന് എക്സാമ്പിൾ ആയിട്ടുള്ള വേവ് ഓൺ എ സ്ട്രിംഗ്, ആ കേസിന്റെ വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് വെലോസിറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ വെലോസിറ്റി എക്സ്പ്രഷൻ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, സൗണ്ട് വേവ്. So now we are going to find the velocity expression for sound waves. സൗണ്ട് വേവ് ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്നത് ആസ് കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻസ്. പ്രഷർ എക്സേർട്ട് ചെയ്താൽ മീഡിയത്തിന് സംഭവിക്കുന്ന സ്ട്രെയിൻ എന്താണ്? കംപ്രഷൻ. സോ കംപ്രഷണൽ സ്ട്രെയിൻ. കംപ്രഷണൽ സ്ട്രെയിൻ സംഭവിച്ചാൽ തിരികെ വരണമെങ്കിൽ ഏത് തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി ആയിരിക്കണം മീഡിയത്തിന് ഉണ്ടായിരിക്കേണ്ടത്? കംപ്രഷണൽ ഇലാസ്റ്റിസിറ്റി, ദാറ്റ് ഈസ് ബൾക്ക് മോഡുലസ്. ഒരു മീഡിയത്തിന്റെ ബൾക്ക് മോഡുലസ് ആണ് ആ മീഡിയത്തിന്റെ റീസ്റ്റോറിംഗ് ടെൻഡൻസിയെ ഡിസൈഡ് ചെയ്യുന്നത്. So in the case of longitudinal waves, the restoring force is the bulk modulus. Bulk modulus നിങ്ങൾ ഇലാസ്റ്റിസിറ്റിയുടെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ബൾക്ക് മോഡുലസ് B is equal to, ഓർക്കുന്നുണ്ടോ? മൈനസ് ഡെൽറ്റ P divided by ഡെൽറ്റ V by V. ഡെൽറ്റ P ആണ്
ബൾക്ക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ബൾക്ക് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ വി ബൈ വി. എന്നിട്ട് ബൾക്ക് മോഡുലസിന്റെ യൂണിറ്റും നിങ്ങൾ പഠിച്ചതാണ്. ബൾക്ക് മോഡുലസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രഷറിന്റെ അതേ യൂണിറ്റ് ആണ് പാസ്കൽ. സോ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ബൾക്ക് മോഡുലസ്. ഇനി ഇവിടെ മീഡിയത്തിൽ ആക്ട് ചെയ്യുന്ന ഇനേർഷ്യ അതെന്താണെന്ന് ആലോചിച്ച് നോക്കാം. ഇനേർഷ്യ എന്ന് പറയുന്നത് ഒരു മാസ് ഡിപ്പെൻഡന്റ് ഫാക്ടർ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ട്രാവൽ ചെയ്ത് പോകുന്ന മീഡിയത്തിലൂടെ അല്ലെങ്കിൽ സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിലെ ഇനേർഷ്യ ഫാക്ടർ എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് വോളിയം ഓർ ഡെൻസിറ്റി ഓഫ് ദി മീഡിയം. So velocity is directly proportional to bulk modulus and inversely proportional to the density rho. ഇനി നമുക്ക് വേണ്ടത് B by rhoയുടെ ഡയമെൻഷൻ ചെക്ക് ചെയ്യുക എന്നതാണ്. B എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ ഫോഴ്സ് ബൈ ഏരിയ പ്രഷറിന്റെ അതേ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം. സോ M L raised to minus 1 T raised to minus 2 divided by ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? മാസ് ബൈ വോളിയം M L raised to minus 3. Now find the dimension of B by rho. B by rhoയുടെ ഡയമെൻഷൻ കണ്ടെത്തുമ്പോൾ നമുക്ക് കിട്ടുകയാണ് L square T raised to minus 2. ഇതിന് വെലോസിറ്റിയുടെ ഡയമെൻഷനുമായിട്ട് കണക്ഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ അതേ സാഹചര്യം തന്നെയാണ് ഇവിടെയും. സോ വി ക്യാൻ റൈറ്റ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് B by rho. So this is the velocity of sound wave in a medium. ഇത് സൗണ്ട് വേവ് ഫ്ലൂയിഡിലൂടെയോ ഗ്യാസിലൂടെയോ സഞ്ചരിക്കുമ്പോഴുള്ളതാണ്. ഒരു സോളിഡ് മെറ്റീരിയലിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ കംപ്രഷണൽ സ്ട്രെയിൻ സംഭവിക്കുന്നില്ല. കാരണം സോളിഡിനെ നമുക്ക് കാര്യമായിട്ട് കംപ്രസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ സോളിഡിലൂടെ എങ്ങനെയാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? സോളിഡിന്റെ കേസിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ഇഫ് സൗണ്ട് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ സോളിഡ്, velocity V equals root of Y by rho. Y എന്നത് സോളിഡ് മീഡിയത്തിന്റെ യങ്സ് മോഡുലസ് ആണ്. നമുക്കറിയാം സോളിഡിന്റെ യങ്സ് മോഡുലസ് എന്നത് ഫ്ലൂയിഡിന്റെ ബൾക്ക് മോഡുലസിനേക്കാളും അല്ലെങ്കിൽ ഗ്യാസിന്റെ ബൾക്ക് മോഡുലസിനേക്കാളും ഒക്കെ വലുതാണ്. ഇലാസ്റ്റിസിറ്റി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് സോളിഡ്സിനാണ്. അപ്പൊ Y കൂടുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടുക എന്നാണ് അർത്ഥം. അപ്പൊ സൗണ്ടിന് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉള്ളത് ഏത് മീഡിയത്തിലായിരിക്കും? കറക്റ്റ്, സോളിഡ് മീഡിയത്തിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സൗണ്ടിന്റെ വെലോസിറ്റി മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആയ പ്രഷറിന്റെയോ വോളിയത്തിന്റെയോ ഒക്കെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, അതിന് സൗണ്ട് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന മെക്കാനിസം നമുക്കറിയണം. ന്യൂട്ടൺ കൺസിഡർ ചെയ്തത് സൗണ്ട് പ്രൊപ്പഗേറ്റ്സ് ഐസോതെർമലി. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ പ്രൊപ്പഗേഷന്റെ സമയത്ത് ഡ്യൂറിംഗ് കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻസ് ടെമ്പറേച്ചർ ഓഫ് ദ മീഡിയം ഡസ് നോട്ട് ചേഞ്ചസ്. അപ്പൊ ഐസോതെർമൽ പ്രോസസ് ആയിട്ടാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. PV is equal to NkBT. P is the pressure, V is the volume, N is the number of molecules in volume V, Kb is the Boltzmann constant and T is the temperature. ഐസോതെർമൽ പ്രോസസിന്റെ കേസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്.
So right hand side പരിശോധിച്ചാൽ all the terms are constants. N, Kb, T. നമ്മൾ നമ്പർ മാറ്റുന്നില്ല. Kb already ഒരു കോൺസ്റ്റന്റ് ആണ്. ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. So right hand side is a constant. And during the propagation, what happens to the left hand side? ഇപ്പൊ പ്രഷറിന്റെ ചേഞ്ച് ആണ് പഠിക്കുന്നതെങ്കിൽ വോളിയം ഫിക്സ് ചെയ്ത് വെക്കണം. വോളിയത്തിന്റെ ചേഞ്ച് ആണ് പഠിക്കുന്നതെങ്കിൽ പ്രഷർ ഫിക്സ് ചെയ്ത് വെക്കണം. രണ്ട് ക്വാണ്ടിറ്റീസിനെയും ഒരേ സമയം നമ്മൾ ചേഞ്ച് ചെയ്യില്ല. സോ വി ആർ കൺസിഡറിംഗ് P into delta V. ആ കേസിൽ നമ്മൾ വോളിയത്തിന്റെ ചേഞ്ച് ആണ് കൺസിഡർ ചെയ്യുന്നത്. പ്ലസ് ഡെൽറ്റ P into V. പ്രഷറിലെ ചേഞ്ച് ആണ് സെക്കൻഡ് ടേമിൽ കൺസിഡർ ചെയ്തത്. ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലെ ഒരു ടേമും ചേഞ്ച് ചെയ്യുന്നില്ല. ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുക. മൈനസ് ഡെൽറ്റ P ഡിവൈഡഡ് ബൈ ഡെൽറ്റ V ബൈ V ഇസ് ഈക്വൽ ടു P. P എന്ന് പറയുന്നത് പ്രഷർ. മൈനസ് ഡെൽറ്റ P ബൈ ഡെൽറ്റ V ബൈ V എന്നുള്ളത് ബൾക്ക് മോഡുലസ് ആണ്. അപ്പൊ ബൾക്ക് മോഡുലസിന് പകരം ഗ്യാസിന്റെ പ്രഷർ, മീഡിയത്തിന്റെ പ്രഷർ നമുക്ക് ഉപയോഗിക്കാം. Okay, so what happens to the equation for velocity? Velocity V equals root of P by rho. So V equal to root of P by rho, where P is the pressure and rho is the density. And this is the Newton's formula. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സൗണ്ടിന്റെ വെലോസിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. Estimate the speed of sound in air at standard temperature and pressure. The mass of 1 mole of air is 29 into 10 raised to minus 3 kilogram. മാസ് മാത്രമേ തന്നിട്ടുള്ളൂ, ഡെൻസിറ്റി തന്നിട്ടില്ല. നമുക്കറിയാം ഒരു മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റേഴ്സ് ആണ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതുപയോഗിച്ച് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. 29 into 10 raised to minus 3 divided by 22.4 into 10 raised to minus 3. So density is equal to 1.29 kilogram meter raised to minus 3. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടുന്നത് 280 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. യഥാർത്ഥത്തിൽ സൗണ്ടിന്റെ വെലോസിറ്റി, എയറിലൂടെയുള്ള സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 331 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എക്സ്പെരിമെന്റലി കണ്ടെത്തിയിട്ടുള്ളതാണ്. നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഒറിജിനൽ വാല്യൂവിനേക്കാൾ, എക്സ്പെരിമെന്റൽ വാല്യൂവിനേക്കാൾ 15% കുറവാണ്. എന്താണ് ഈ ചേഞ്ചിന് കാരണം? ഇവിടെയാണ് ലാപ്ലാസ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ഒരു കറക്ഷൻ ടേം കൂടെ വരുന്നത്. ലാപ്ലാസ് ന്യൂട്ടന്റെ വെലോസിറ്റി ഇക്വേഷനെ കറക്റ്റ് ചെയ്തു. ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, സൗണ്ട് എയറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് മീഡിയത്തിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ല. മീഡിയത്തിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവണമെങ്കിൽ മീഡിയം സറൗണ്ടിങ്സുമായി ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യണം. ആ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു സമയം ഈ പ്രൊപ്പഗേഷന്റെ സമയത്ത് കിട്ടുന്നില്ല. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് അഡയബാറ്റിക് പ്രോസസ്. So propagation of sound through air is an adiabatic process. Adiabatic process ആണെങ്കിൽ PV is equal to NKBT എന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. P V raised to gamma is a constant. P പ്രഷർ ആണ്, V വോളിയം ആണ്. What about gamma? Gamma എന്നത് adiabatic constant, which is the ratio of Cp and Cv. Cp, Cv എല്ലാം നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചതാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അറ്റ് കോൺസ്റ്റന്റ് വോളിയം.
So gamma is Cp by Cv. Air in the gamma നമുക്കറിയാം. Gamma of air is 7 by 5. So again, the equation for adiabatic process is P V raised to gamma is a constant. സൗണ്ടിന്റെ പ്രൊപ്പഗേഷന്റെ സമയത്ത് പ്രഷറിലും വോളിയത്തിലും വരുന്ന ചേഞ്ച് പഠിക്കണമെങ്കിൽ അഗെയിൻ നമ്മൾ അതിന്റെ ചേഞ്ച് എടുക്കുകയാണ്. പ്രഷറിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തി വോളിയത്തിന്റെ ചേഞ്ച് പഠിക്കാം. വോളിയത്തിന്റെ പവർ 1 അല്ല, ഗാമയാണ്. സോ ചേഞ്ച് എന്ന് പറയുന്നത് ഗാമ ഇൻറ്റു വി റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു ഡെൽറ്റ വി. മാത്സിലെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കില് ഇത്തരത്തിലുള്ള ചേഞ്ചസിനെ പറ്റി നിങ്ങൾ പരിചയപ്പെടും. സോ വോളിയത്തിന്റെ ചേഞ്ച് പഠിക്കുമ്പോൾ പി ഇൻറ്റു ഗാമ വി റേസ് ടു ഗാമ മൈനസ് 1 ഡെൽറ്റ വി പ്ലസ്, ഇനി പ്രഷറിന്റെ ചേഞ്ച് പഠിച്ചാൽ ഡെൽറ്റ പി ഇൻറ്റു വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഒരു കോൺസ്റ്റന്റ് ആണ്, ചേഞ്ച് ഇല്ല, ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുക. നമുക്ക് കിട്ടുന്നത് മൈനസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു പി. ഐസോതെർമൽ പ്രോസസ്സില് ഇതെന്തായിരുന്നു? ഇസ് ഈക്വൽ ടു പി. പ്രഷർ എന്നുള്ളൊരു ടേം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അഡയബാറ്റിക് പ്രോസസ്സിന്റെ കേസില് ബൾക്ക് മോഡുലസ് ബി ഇസ് ഈക്വൽ ടു ഗാമ പി. ബൾക്ക് മോഡുലസിന്റെ സ്ഥാനത്ത് ഗാമ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ആർ ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ആസ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. എയറിന്റെ കേസില് ഗാമ വാല്യൂ ഇസ് ഈക്വൽ ടു 7 by 5. അപ്പൊ ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് അഡയബാറ്റിക് പ്രോസസ് ആണ് സൗണ്ട് പ്രൊപ്പഗേഷൻ എങ്കിൽ വെലോസിറ്റി 331 മീറ്റർ പെർ സെക്കൻഡ് കിട്ടുമോ ഇല്ലയോ എന്നാണ്. അഡയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? v is equal to root of gamma p by rho. ഇത് ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരികയാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ: എസ്റ്റിമേറ്റ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ at standard temperature and pressure by considering the propagation of sound as an adiabatic process. The mass of 1 mole of air is 29 into 10 raised to minus 3 kilogram and compare the answer with the experimental value. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ പ്രോബ്ലം തന്നെ. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട കൺസിഡറേഷൻ സൗണ്ട് പ്രൊപ്പഗേഷൻ അഡയബാറ്റിക് ആണ്. അപ്പൊ വെലോസിറ്റിയുടെ ഇക്വേഷൻ റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ യൂസ് ചെയ്യണം. ചെക്ക് ചെയ്ത് നോക്കുക. അത് 280യിൽ നിന്ന് 331 എന്ന് പറയുന്ന എക്സ്പെരിമെന്റൽ വാല്യൂവിലേക്ക് അടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ജനറൽ എക്സ്പ്രഷൻ ഫോർ ദ വെലോസിറ്റി. ഒരു പ്രോഗ്രസീവ് വേവിന്റെ, ട്രാവലിംഗ് വേവിന്റെ വെലോസിറ്റിയുടെ ജനറൽ എക്സ്പ്രഷൻ എന്തായിരുന്നു? അത് വെലോസിറ്റി v ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ന്യൂ. ലാംഡ വേവിലെ ന്യൂ ഫ്രീക്വൻസി. അതിനുശേഷം നമ്മൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലുള്ള വേവിന്റെ വെലോസിറ്റി കണ്ടുപിടിച്ചു. v is equal to root of t by mu. T is the tension on the string and mu is the mass per unit length, mass density. അതിനുശേഷം സൗണ്ടിന്റെ വെലോസിറ്റി നമ്മൾ കണ്ടെത്തി. സൗണ്ടിന്റെ വെലോസിറ്റി നമുക്ക് കിട്ടിയത് റൂട്ട് ഓഫ് ബി ബൈ റോ. സോളിഡ് മീഡിയത്തിലൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ റൂട്ട് ഓഫ് വൈ ബൈ റോ. സൗണ്ടിന്റെ പ്രൊപ്പഗേഷനെ രണ്ട് തരം മെക്കാനിസത്തിലൂടെ, ഐസോതെർമൽ പ്രൊപ്പഗേഷൻ, അഡയബാറ്റിക് പ്രൊപ്പഗേഷൻ എന്ന രണ്ട് മെക്കാനിസംസിലൂടെ നോക്കിക്കണ്ടു. വെലോസിറ്റിക്ക് രണ്ട് ഇക്വേഷൻസ് കണ്ടെത്തി. വെലോസിറ്റി v ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ റോ ഐസോതെർമൽ പ്രൊപ്പഗേഷൻ ആൻഡ് വെലോസിറ്റി v ഈക്വൽസ് റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ അഡയബാറ്റിക് പ്രൊപ്പഗേഷൻ. എല്ലാ ടോപ്പിക്സും എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് കരുതുകയാണ്. എല്ലാ കൂട്ടുകാർക്കും നന്ദി.